ഹലോ ഗൈസ്, നമ്മുടെ കാശ്മീർ ഡൽഹി യാത്രയുടെ അവസാനത്തെ പാർട്ടാണിത്. അമൃത്സറിൽ നിന്നും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡൽഹിയിലും റൂംസ് ഒന്നും എടുക്കാതെ ക്ലോക്ക് റൂമിൽ ബാഗ്സ് എല്ലാം വെച്ച് ആഗ്രയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ആഗ്രയിലേക്കുള്ള ട്രെയിനിന്റെ സമയമാവാത്തത് കൊണ്ട് നമ്മൾ നേരെ ജുമാ മസ്ജിദിന്റെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് വിട്ടത്. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റിലൂടെ ഒന്ന് നടന്നു. അപ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ പാവപ്പെട്ടവർക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ ബാക്കി വരുന്ന ഫുഡ് ലാസ്റ്റ് എല്ലാവർക്കും കൂടി വീതം വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ നേരെ പോയത് മുഹബത്ത് കാ സർബത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡൽഹിയിൽ നമ്മൾ കൂടുതലും യാത്ര ചെയ്യാൻ ഉപയോഗിച്ചത് മെട്രോ ആണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ് യാത്ര ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് ഡൽഹി മെട്രോ. ഏകദേശം 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. താജ്മഹലിന്റെ മോർണിംഗ് വ്യൂ ആണ് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞത് കേട്ടാണ് ഞങ്ങൾ ആ സമയം തന്നെ തിരഞ്ഞിട്ട് അത്രയും റിസ്ക് എടുത്ത് രാവിലെ തന്നെ അവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ വിളിച്ച് നേരെ താജ്മഹലിലേക്ക് വിട്ടു. പോകുന്ന വഴിയിൽ ഓട്ടോ ഡ്രൈവറോട് ഞങ്ങളോട് പറഞ്ഞത് താജ്മഹൽ 6 മണിക്കൊന്നും ഓപ്പൺ ആവില്ല, 8 മണി 9 മണിയാവും ഓപ്പൺ ആവാൻ, ഇപ്പോൾ അവിടെ മിലിറ്ററിന്റെ ടൈം ആണെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ആ ചതി ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളെ കയ്യിൽ നിന്ന് റൂമിന്റെയും ഫുഡിന്റെയും ഒക്കെ കമ്മീഷനും കൂടി അടിച്ചെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു അത്. പിന്നീട് പുറത്തുള്ള പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ നേരെ താജ്മഹലിന്റെ ഉള്ളിലേക്ക് നടന്നു. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഒന്നും ഉള്ളിലേക്ക് കയറ്റത്തില്ല. ആ ഓട്ടോ ഡ്രൈവറെ വാക്കും കേട്ട് ഞങ്ങൾ തിരിച്ചു പോകായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം വലിയ നഷ്ടമായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. ഫുള്ള് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് വന്നത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൈക്കും ഒക്കെ അവർ അവിടെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിലെത്തി നമ്മൾ ജിമ്പൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറമാൻ ചൊറിയുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ മഹാന്റെ ചൊറിച്ചിൽ കാരണം ഗിംബലും തിരിച്ച് അവിടെ മിലിറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നു. ഇവിടെ നല്ല ചൂടാണ്. 8 മണി ആയപ്പോൾ തന്നെ നല്ല വെയിലും നല്ല ചൂടായിരുന്നു. നമുക്ക് ഒരുപാട് നേരം ഒന്നും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ താജ്മഹൽ കാണാൻ വരുന്നവർക്ക് കുറച്ച് നേരത്തെ പോരാ, എന്നാൽ നല്ല അടിപൊളി വ്യൂവും കിട്ടും, കുറച്ച് തിരക്കും കുറഞ്ഞു കിട്ടും, വെയിലും ഉണ്ടാവില്ല. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ആദ്യം കണ്ട താജ് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ഓടിക്കയറി. അവിടുത്തെ മെനുവും പ്രൈസും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരുടെ വിഷമം താനേ പോയിട്ടോ. പിന്നീട് നമ്മൾ തൊട്ടടുത്തുള്ള ഏതോ റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിപ്പെട്ടത്. അവിടെ എത്തിയപ്പോൾ ഒരു അവസ്ഥയാണ് കേട്ടത്. എല്ലാവർക്കും നല്ല ഉറപ്പവും ക്ഷീണമൊക്കെ ഉണ്ട്, ഓരോന്നൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. ആഗ്ര ഫോർട്ടും കൂടി ഞങ്ങളുടെ പ്ലാനിലുള്ളതായിരുന്നു. പക്ഷെ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്യാനുണ്ടായത്. നമ്മുടെ ട്രെയിൻ വരുന്നത് രാത്രിയായിരുന്നു. അതിനു വേണ്ടി കാത്തു നിൽക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ബസ് തപ്പി ഇറങ്ങി. ഞങ്ങൾക്കൊരു 1.5 ബസ്സായി പോയി കിട്ടിയത്. ആ, കുതിരപ്പുറത്ത് കയറിയപ്പോലത്തെ ഒരു ബസ് യാത്ര അല്ലേ? ഇവന്റെ കണ്ണൊക്കെ നോക്കിയാ ഏസി ഒന്നും ഇല്ല. ഇവനെ നോക്കിയാ ഏസി കുറച്ചുണ്ട്, എന്റെ വണ്ടിന്റെ അത്ര ഇല്ല. കുതിരപ്പുറത്ത് ചാടി ചാടിയാ പോണേ. അതാ രസം. എന്താ അറിയോ, ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു കിളിയുണ്ട്, ഓരോ മതി ബസ്സിന് ഡ്രൈവർ ആവശ്യമില്ല, പിന്നെ അയിമ പോകുന്നു വണ്ടി. അതതിന് പ്രത്യേകത. അങ്ങനെ ഞങ്ങള് കാട്ടിയത്, ഞങ്ങൾ അടുത്ത ഇവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോ കാട്ടിയത് രണ്ടാളെ തള്ളുമ്പോൾ വണ്ടി പോകും. ഡൽഹിയിലെത്തിയ ശേഷം ആദ്യം റൂം തപ്പാണ് ചെയ്തത്. അവസാനം ഞങ്ങൾക്ക് റൂം കിട്ടിയത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള മാർക്കറ്റിന്റെ ഉള്ളിലാണ് റൂം കിട്ടിയത്. ഒരു മലയാളിന്റെ തന്നെ ഹോട്ടലാണത്. ഡൽഹിയിൽ ഓൾറെഡി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡൽഹി ഓവർ കറങ്ങാനൊന്നും നിന്നിട്ടില്ല. റൂമിന്റെ അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അത്യാവശ്യം നാട്ടിലേക്കുള്ള പർച്ചേസുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പുലർച്ചെ 5 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിരുന്നു. ഒരു 4 മണി ആയപ്പോൾ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്താ സംഭവം? എന്താ ഞങ്ങള് ഡൽഹിയിൽ റിസർവേഷൻ, ന്യൂഡൽഹിയിലെ റിസർവേഷൻ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ പോയി. റിസർവേഷൻ കൗണ്ടർ ഉണ്ട്, അതിന്റെ മുമ്പ് നമ്മൾ പോയെ. ഒറിജിനൽ റിസർവേഷൻ കൗണ്ടർ വേറെ ഉണ്ട്. അപ്പൊ അതിന്റെ മുമ്പിൽ മാത്രം കുറെ ആൾക്കാർ, ട്രാവൽസിന്റെ കുറെ ആൾക്കാർ, ആ ട്രാവൽസിന്റെ ആൾക്കാർ നമ്മളെ പിടിച്ചുകൊണ്ടുപോകുക. ടിക്കറ്റ് കൺഫേം ടിക്കറ്റ് പറഞ്ഞിട്ട് വെബ്സൈറ്റ് നോക്കി, ഓല് കാണിച്ചു തരുന്ന മോണിറ്ററിൽ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ERail.in എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് അവർ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു സാധനം ഞാൻ അപ്പം തന്നെ ഇൻഫർമേഷൻ നോക്കിയപ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഫേക്ക് ആണെന്നുള്ളത്. ഇനി ഒറിജിനൽ ഞാൻ വേറെ എന്തെങ്കിലും സംവിധാനം അതിലുണ്ടോ എന്നുള്ള അറിയില്ല. പക്ഷെ എന്നിരുന്നാലും അത് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമായില്ല. അപ്പോൾ ഓല് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സാധനം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് देखो ये कन्फर्म मिलेगा 12,000 को कन्फर्म मिलेगा അങ്ങനെ പറഞ്ഞു. ഓല് നമ്മളെ പറഞ്ഞ് എന്തായാലും കിട്ടും, 1 മണിക്ക് നിങ്ങൾക്ക് SMS വരുന്നത്. പൈസ തന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു കാര്യം, ഞങ്ങൾ ഒരാളോട് ഉണ്ട്, അയാളോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാനുണ്ട്. അയാളുടെ നമ്പറും ഇതും വാങ്ങി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് പോന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പറഞ്ഞാൽ അവിടുന്ന് എല്ലാ റിസർവേഷന്, നാളത്തേക്കുള്ള റിസർവേഷന് വേറെ കൗണ്ടറിൽ നിന്നാണ്, അത് ബാക്ക് കൂടെ പോകണം തന്നെ. അപ്പോൾ അവിടെ ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചപ്പോൾ അത് ഫേക്കാണ്, സ്കാം ആണെന്നുള്ളതാണ് അവർ പറഞ്ഞത്.
അപ്പോൾ അത് ഞാൻ അതിൻ്റെ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരൊക്കെ ഇതിൽ പോയിട്ട് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, അതോടുകൂടി അത് മാറ്റിയിട്ട് ഞങ്ങൾ നേരെ റിസർവേഷൻ കൗണ്ടറിൽ ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരും ഇല്ല. കാരണം അവിടെ വരുന്ന ആളുകൾ ജെനുവിനാണ്, അവർക്ക് അറിയാം അവരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം മേ ബി ആ റിസർവേഷൻ കൗണ്ടറിൻ്റെ മുമ്പിൽ ഈ ആൾക്കാർ വന്ന് നിൽക്കാത്തത്. മറ്റേതിൻ്റെ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തിരക്ക് പിടിച്ച് വരുന്ന ആളുകളായിരിക്കാം അവിടെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് എന്താണ്, കൺഫേം ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചാടി വെക്കും, പൈസ കൊടുക്കും. ഇപ്പോൾ ഞങ്ങളെ കേസിൽ രാവിലെ പുലർച്ചെ 5 മണിക്കാണ് ഞങ്ങളെ മംഗള എക്സ്പ്രസ് ഇവിടുന്ന് പോകേണ്ടത്, നിസാമുദ്ദീനിന് പോകേണ്ട വണ്ടി. ആ നിസാമുദ്ദീനിന്ന് പോകുന്ന ആ വണ്ടിക്ക് 1 മണിക്കാണ് വരിക, PNR വരിക. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 1 മണിക്ക് PNR വരും. ആ 1 മണിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൊബൈൽ നോക്കിക്കല്ലാതെ PNRൽ SMS വരില്ല, നമ്പറിൽ SMS വരില്ല. അതില്ലെങ്കിൽ നമുക്കിട്ട് പോകാനും കഴിയില്ല. നമ്മൾ ഇനി അഥവാ പോയി കഴിഞ്ഞാലോ TTR നമുക്ക് ഫൈൻ അടിച്ച് തരും ചെയ്യും. യാത്ര ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷേ സീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ ഒരവസ്ഥയാണ് കേട്ടോ അത്. ജന്മമുണ്ടെങ്കിൽ ഒരാൾ ഇതിൽ കയറാൻ നിൽക്കരുത്. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്റ്റോപ്പിലും നിർത്തും. അവിടുന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഓടിപ്പാഞ്ഞതിൽ കയറും. എല്ലാവർക്കും ടിക്കറ്റ് ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും കണക്കായിരിക്കും. ജനറലിനേക്കാളും കഷ്ടമാണ് ഇതിൻ്റെ യാത്രക്കുള്ളൊരു അവസ്ഥ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ലേഡീസായിട്ട് യാത്ര ചെയ്യുന്നവർ, അതായത് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബാത്റൂമിലേക്ക് ഒന്ന് പോകാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് നോക്കാനോ ഒന്നിനും കഴിയില്ല. ഇരുന്ന സീറ്റിൽ അങ്ങനെ തന്നെ ഇരിക്കല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. അത്രയ്ക്ക് തിരക്കായിരിക്കും ട്രെയിനിലുണ്ടാവുക. ഇനി അഥവാ സീറ്റിൽ നിന്ന് അങ്ങനെ എണീറ്റ് പോയാൽ തിരിച്ചു വരുന്ന അവർ സീറ്റ് അവിടെ ഉണ്ടാവില്ല. പിന്നെ അവരുമായിട്ട് കച്ചറി അടി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു രക്ഷയില്ല. TTR വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. TTR ഒന്നും മൈൻഡ് ചെയ്യണ പോലും ഇല്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്നല്ലാതെ നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും അവർ നിൽക്കണില്ല. നമ്മൾ ട്രെയിനിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചത്. അങ്ങനെ 15 ദിവസത്തോളമുള്ള നമ്മുടെ ട്രിപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.